Good afternoon. Good afternoon. എന്തുവരുള്ള ഓക്കെ തുടങ്ങാം. Okay. പഠിച്ചാ കുറച്ചൊക്കെ ടേംസ് ഒക്കെ പ്രിഫിക്സും സഫിക്സ് ഒക്കെ കുറച്ച് പഠിച്ചാ? ഇതെല്ലാം പഠിച്ചാന്ന് ചോദിച്ചപ്പാ ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? ഹലോ, പറയുന്നത് ചോദിക്കുന്നത് കേൾക്കാഞ്ഞിട്ടാണോ? ഹലോ, കേൾക്കുന്നുണ്ട് മിസ്സേ. ആ കേൾക്കണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നാണ് ചോദിക്കണേ. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കുറച്ചല്ലേ നമ്മൾ പറയണുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാ പഠിച്ചു നിർത്തിയത്? ഏതായിരുന്നു? ആ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് സഫിക്സ് അല്ലേ കുറച്ച് എടുത്തത്? അതെ സഫിക്സ് കുറച്ച് നമ്മൾ പറഞ്ഞോളൂ. അതില് കുറച്ച് സഫിക്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഒരു 3 എക്സാമ്പിൾസ് ഞാൻ പഠിച്ചു വെക്കാനായിട്ട് പറഞ്ഞു. എല്ലാം പഠിച്ചു വെക്കാനൊന്നും പറഞ്ഞില്ല, കുറച്ച് മാത്രം. ALGI ആൽജിയ, അത് റിലേറ്റിംഗ് ടു പെയിൻ ആണ്, മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ അത്. പിന്നെ ഏതായിരുന്നു? സൈറ്റ്, CYTE, സെല്ലുമായി ബന്ധപ്പെട്ടതാണ്. ലുക്കോസൈറ്റ്, WBC, അതായത് വൈറ്റ് ബ്ലഡ് സെൽസുമായി റിലേറ്റ് ചെയ്തതാണ്. പിന്നെ EMIA, റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്, അതായത് ബ്ലഡില് ഉള്ള ഒരു എന്താ പറയാ ബന്ധപ്പെട്ടതാണ്. ബ്ലഡിന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് അതിന്റെ ഇതാണ്. ലാക്ക് ഓഫ് RBC, റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ എന്നാണ് അതിന്റെ പേര്. അപ്പൊ EMIA എന്ന് പറയുന്ന സഫിക്സ് ചേർത്ത് അനീമിയ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. അത്രയും സഫിക്സുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യൂസ് ചെയ്തത്. ആകെ 8 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇത് പാടായിരിക്കും, പക്ഷെ അത് ഓരോന്നും ഈ മെഡിക്കൽ ടേംസിൽ അവർക്ക് ഈ ഒരു ലാംഗ്വേജിൽ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ഈ പറയുന്ന
പ്രിഫിക്സും സഫിക്സും ചേർത്ത് അവർക്ക് ഒരു കോമൺ ആയിട്ട്, അതായത് മെഡിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അത് കേട്ട ഇന്ന ഒരു സംഭവം ഇത് സഫിക്സോ പ്രിഫിക്സോ ചേർത്ത് വായിച്ചാൽ അത് ഇന്നതാണ് സൂചിപ്പിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ കേട്ടോ. അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അതിൽ യാതൊരു മാറ്റവും വരുത്താനൊന്നും പറ്റൊന്നുമില്ല. അതപ്പോ നമ്മൾ അങ്ങനെ തന്നെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് വീണ്ടും ബാക്കിയുള്ള കുറച്ച് ഇതിന്റെയൊക്കെ ഒന്ന് പഠിച്ച് എഴുതിയൊക്കെ വെക്കാം. ഒന്നാമത്തേത് GENIC, ജെനിക് എന്നുള്ളത് റിസൾട്ടിങ് എന്നാണ് അതിന്റെ കാരണമാകാവുന്നത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ജെനിക്, GENIC ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോസിങ്, റിസൾട്ടിങ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. കോസിങ് കാരണമാകുക എന്നൊക്കെയാണ്. കാണുന്നുണ്ടോ സ്ക്രീനില്? കാർസിനോജനിക് ക്യാൻസറിന് കാരണമാകാവുന്ന എന്ന് അർത്ഥം വരുന്ന കാർസിനോജനിക് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സഫിക്സ്. കാർസിനോജനിക്, CARCINOGENIC നോട്ട് ചെയ്ത് വെക്കാം. പറയുന്നത് എന്തായാലും നോട്ട് ചെയ്യണം. അതിന്റെ കോസും അതിന്റെ എക്സാമ്പിളും ഒക്കെ എഴുതി വെക്കണം കേട്ടോ. കോസിങ് ക്യാൻസർ, അതാണ് അതിന്റെ മീനിങ്. കാർസിനോജനിക്കിന്റെ മീനിങ് കോസിങ് ക്യാൻസർ, അത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കാം. കോസിങ് ക്യാൻസർ, ജെനിക് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് കാർസിനോജനിക് വിച്ച് ഈസ് കോസിങ് ക്യാൻസർ. അടുത്തത് ഗ്രാം, GRAM. നമ്മൾ ഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ട് പല ഇതിലും. പക്ഷെ മെഡിക്കൽ ടെർമിനോളജിയിൽ ഗ്രാം എന്നുള്ളത് അറ്റത്ത് സഫിക്സ് ആയിട്ട് ചേർക്കുമ്പോൾ അത് ഒരു എന്താ പറയാ റെക്കോർഡ് ചെയ്യുക, എഴുതുക, ചേർക്കുക, ലിസ്റ്റിലാക്കുക എന്നൊക്കെയാണ്. ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ് അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കണേ. ഇലക്ട്രോകാർഡിയോഗ്രാം നോട്ട് ചെയ്യാം. ഇലക്ട്രോകാർഡിയോഗ്രാം. അതിന്റെ മീനിങ് അത് എന്തിനാണെന്ന് നോക്കുക, അവിടെ എഴുതി വെച്ചേക്കുക. റേഡിയോഗ്രാഫിക് ഇമേജ്, റേഡിയോളജി കടത്തി വിട്ടട്ടെ ഒരു ഇമേജ്, ഒരു രൂപം ഉണ്ടാക്കുക. ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടക്കുന്നത് ഇമേജ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ റേഡിയോഗ്രാഫിക് ഇമേജ് എന്നാണ് പറയുക. റേഡിയോഗ്രാഫിക് ഇമേജ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ഹാർട്ട്, അതാണ് അതിന്റെ മീനിങ്. ഇലക്ട്രോകാർഡിയോഗ്രാം. ഏതെങ്കിലും ചെറിയ ഇൻസ്ട്രുമെന്റുകളൊക്കെ കടത്തിവിട്ടിട്ട് ഹാർട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇമേജ് ആയിട്ട് നമുക്ക് വരച്ച് കാണിക്കുക, റെക്കോർഡ് ചെയ്യുക, അതൊക്കെ അതാണ് അതിന്റെ മീനിങ്. ഇലക്ട്രോകാർഡിയോഗ്രാം. അതുപോലെ തന്നെ ഗ്രാം പോലെ തന്നെ ഗ്രാഫ് തന്നിട്ടുണ്ട്. GRAPH, ഗ്രാഫ്. A record or device used to create the record. റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഉപകരണമാണ് കേട്ടാ. അതാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണത്. അത് നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ, അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്ന ആ സാധനം എന്താ പറയാ, അത് റെക്കോർഡ് ചെയ്യലാണ്. അത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ചെറിയ ഡിവൈസ് ആണ്, ഇൻസ്ട്രുമെന്റ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അവിടെ കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചേക്കാം അതിന്റെ ബ്രാക്കറ്റിലായിട്ട്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു റെക്കോർഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ഹാർട്ട്. നേരത്തെ പറഞ്ഞത് ആ ഒരു ഹാർട്ടിൽ നടക്കുന്ന എന്താ പറയാ ഒരു ഇതാണ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ, അതിനെയാണ് നമ്മൾ, അത് റെക്കോർഡ് ചെയ്യുന്ന ഇമേജിനെയാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് വിളിക്കുക. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയാ. രണ്ടും ഇച്ചിരി വ്യത്യാസമുണ്ട്. മറ്റേത് ആ റെക്കോർഡിംഗ് പ്രോസസ്സാണ്, അടുത്തത് ഒരു ഉപകരണമാണ്. അതാണ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു റെക്കോർഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ഹാർട്ട്. ഈ പേജിൽ കുറച്ച് കൂടുതലുണ്ട്. എഴുതിയോ?
ഓക്കെ, അടുത്തത് ITIS. നമ്മളിത് നേരത്തെ എവിടെയോ കേട്ടല്ലോ ഈ ഒരു ടോപ്പിക് തുടങ്ങിയപ്പോ. ITIS ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് അത് തന്നെ. എന്താണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്നാണ് അതിന്റെ മീനിങ്. എന്ന് വെച്ചാൽ വീക്കം അല്ലെങ്കിൽ നീര് വന്ന് നിൽക്കുക, അതൊക്കെയാണ് കേട്ടോ. ആർത്രൈറ്റിസ് തന്നെയാണ് അതിന്റെ മീനിങ് ആയിട്ട്, അല്ല എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വെല്ലിംഗ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സ്വെല്ലിംഗ്, അതായത് സ്വെല്ലിംഗ് ഇൻ ജോയിന്റ്സ്. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോ ഈ ജോയിന്റുകളുടെ അവിടെ എവിടെയെങ്കിലൊക്കെ നീരായിട്ട് ഇങ്ങനെ വരിക, ആർത്രൈറ്റിസ്. അത് തന്നെ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് പുതിയ വേർഡ് പഠിക്കണ്ട. വേറെ ഒരെണ്ണം ഉണ്ട്, കോളിറ്റിസ് ഉണ്ട്, അത് വേണ്ട. ഇൻഫ്ലമേഷൻ എന്ന് തന്നെയുള്ള മീനിങ് തന്നെയാണ് അതിനകത്ത്. അപ്പൊ ഇവിടെ ഇതാ സ്വെല്ലിംഗ് ഇൻ ജോയിന്റ്സ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻ ജോയിന്റുകളിൽ ഉണ്ടാകുന്ന നീര്, ആർത്രൈറ്റിസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആർത്രൈറ്റിസ്, സ്വെല്ലിംഗ്, ഇൻഫ്ലമേഷൻ എന്നൊക്കെയാണ് മീനിങ്. ജോയിന്റിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുക. അടുത്ത LYSIS അല്ലെ, LYSIS ഡിക്ലൈൻ, ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഒക്കെയാണ് അതിന്റെ മീനിങ്. കുറയുക, ഡിസ്ട്രക്ട് ചെയ്യുക, കുറയുക, അല്ലെങ്കിൽ എന്താ പറയാ തകരുക എന്നൊക്കെയാണ്. ഡിസിൻറ്റഗ്രേഷൻ, പൊട്ടലുകൾ, അങ്ങനെയൊക്കെ. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ത്രോംബോലിസിസ്. നോക്കി എഴുതുക സ്ക്രീനില്. ത്രോംബോലിസിസ്, THROMBOLYSIS, ത്രോംബോലിസിസ്. ഡിസൊല്യൂഷൻ ഓഫ് എ ബ്ലഡ് ക്ലോട്ട്, അതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ ബ്ലഡ് ക്ലോട്ട്, അതാണ് അതിന്റെ മീനിങ്. Dissolution of a blood clot. ഓക്കെ, അടുത്തത് നോട്ട് ചെയ്യാൻ അധികം ഇല്ല, നിങ്ങൾ ആ ഒരു മീനിങ് മാത്രം നോക്കി വെച്ചാൽ മതി. MEGALY, എക്സ്പാൻഷൻ ഓഫ്, വികസനം, വികസിച്ചത്, വിടർന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. OLOGY, സയൻസ് ഓഫ്. നമ്മൾ പല സയൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബയോളജി, സുവോളജി, പല ശാസ്ത്രങ്ങളെ ബന്ധപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് OLOGY അല്ലയോ. ബയോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി അല്ലെ, ഇക്കോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതൊക്കെ ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാ. അത് ഏത് രീതിയിലുള്ള ശാസ്ത്രമാണോ അതനുസരിച്ച് അതിന്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. ആ ഓളജി ചേർക്കുന്നതിന്റെ മീനിങ് മാറുന്നത്. ബയോളജി ജീവജാലങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലെ. സോഷ്യോളജി അങ്ങനെ ഓരോന്നും അതിന്റെ എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണോ അതനുസരിച്ച് മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും അതങ്ങനെ ഓർത്താൽ മതി. അടുത്തത് OMA. അടുത്തത് OMA, ട്യൂമർ ആണ് അതിന്റെ എക്സാമ്പിൾ, മീനിങ് വരിക. OMA ട്യൂമർ എന്നാണ്. മുഴ, തടിപ്പ്, ഇതൊക്കെയാണ് കേട്ടോ. അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്താ മെലാനോമ എന്നാണ് എക്സാമ്പിൾ. ഒന്ന് എഴുതി വെക്കുക. ട്യൂമർ ദാറ്റ് ഡെവലപ്സ് ഇൻ ദ മെലാനോസൈറ്റ്, മെലാനോസൈറ്റിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമർ, അതാണ് മെലാനോമ എന്ന് പറയാം. MELANOMA, മെലാനോമ. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാ ട്യൂമർ ദാറ്റ് ഡെവലപ്സ് ഇൻ ദ മെലാനോസൈറ്റ്. ഇതെയോ? ഓക്കെ, അടുത്തത് ഏതാ? OSIS അല്ലെ. OSIS എന്ന് പറയുന്ന സഫിക്സ് ആണ്. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്, അതായത് നമ്മളുടെ
എന്താ പറയാ ഏതെങ്കിലും ഒരു ഡിസീസിന്റെ പ്രോസസ് കൂടുതലും അത് എന്താ പറയാ ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടാ. OSIS അബ്നോർമൽ കണ്ടീഷൻ ഇൻക്രീസ്ഡ് നമ്പർ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കൂടുതലും വരിക. സൈറ്റോസിസ് ആണ് കേട്ടാ. എറിത്രോസൈറ്റോസിസ് അതാണ് അതിന്റെ എക്സാമ്പിള്. എഴുതി വെക്കാം, എറിത്രോസൈറ്റോസിസ്. അങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ ഈ റെഡ് ബ്ലഡ് സെൽസ് ഭയങ്കര എക്സസീവ് ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതാണ് എറിത്രോസൈറ്റോസിസ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക എക്സസീവ് RBC എന്ന് എഴുതിയാൽ മതി. എക്സസീവ് RBC. RBC എന്താണെന്ന് അറിയാലോ? എന്താണ് RBC? റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ RBC കൂടുതലാകുന്ന ഒരു അവസ്ഥ എറിത്രോസൈറ്റോസിസ്. അത് OSIS എന്ന് എഴുതിയാലും വെറുതെ SIS എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കണേ. ഓൾസോ SIS എന്ന് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. എറിത്രോസൈറ്റോസിസ് എക്സസീവ് റെഡ് ബ്ലഡ് സെൽസ് ആണ് അതിന്റെ മീനിങ് വരെ ആ ഒരു എക്സാമ്പിളിന്റെ. അടുത്ത OSTOMY അത് സർജിക്കൽ ക്രിയേഷൻ ഓഫ് ഓപ്പണിംഗ് ഓർ അതായത് സർജറി ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഹോള്, ഒരു ഓപ്പണിങ്, ഒരു ഇങ്ങനെ തുറക്കില്ലേ, അതിനെയാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് OSTOMY എന്ന് മാത്രം മതി, അത് അങ്ങനെ പഠിച്ചാൽ മതി. അടുത്തതും അതുപോലെ തന്നെ OTOMY സർജിക്കൽ ഇൻസിഷൻ ആണ്. ഇങ്ങനെ ഹോള് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ആ കേറ്റുന്ന ഒരു ഇതില്ലേ, നമ്മള് മറ്റേ ഇതൊക്കെ പറയുമല്ല, അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഏതാ കേട്ടേക്കണേ? ലെപ്രോട്ടോമി, ഇൻസിഷൻ കട്ട് ഒക്കെയാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. സർജിക്കൽ ഇൻസിഷൻ കേട്ടാ. അടുത്ത PATHY പാറ്റി, അതായത് ഒരു സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. ഏതെങ്കിലും ഒരു എന്താ പറയാ രോഗത്തെ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു രീതി. അലോപ്പതി കേട്ടിട്ടില്ലേ നമ്മള്? ഹോമിയോപ്പതി കേട്ടിട്ടുണ്ടോ? അതൊക്കെ PATHY എന്ന് പറയുന്ന സഫിക്സ് ചേർത്തുണ്ടാക്കിയാണ്. അതായത് ഡിസീസ് അല്ലെങ്കിൽ എന്താ പറയാ റിലേറ്റിംഗ് ടു എ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ്, ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സമ്പ്രദായം അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട സമ്പ്രദായം, അതാണ്. എന്താ പറയാ ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി, അതൊക്കെ അങ്ങനെ വന്നിരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി, അതിന്റെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അടുത്ത PHAGIA ഫാഗിയ. PHAGIA swallowing ഈറ്റിംഗ് അല്ലെ? നമ്മൾ കഴിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് കേട്ടാ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ വിഴുങ്ങുമ്പോ ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്താ പറയാ ഡിസ്ഫാഗിയ. DYSPHAGIA ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ് ആണ് കേട്ടാ. നമ്മള് ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് ഇങ്ങനെ വിഴുങ്ങില്ലേ, വിഴുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. DYSPHAGIA ഡിസ്ഫാഗിയ. അതിന്റെ മീനിങ് ആയിട്ട് എഴുതാം ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ്. ഓക്കെ, അടുത്തത് ഏതാ? PHASIA ഫാസിയ അല്ലെ? റിലേറ്റിംഗ് ടു സ്പീച്ച്, സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ഹൈപ്പർ ഫാസിയ. PH relating to speech.
അതങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അടുത്തത് ഫോബിയ. നമുക്ക് എന്താ പറയാ, ഫോട്ടോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ചില ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോട്ടോഫോബിയ ആണെന്ന് പറയില്ലേ ചിലരെ, എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന ചില ആൾക്കാർ ആ ലൈറ്റ് ഒക്കെ കൂടി ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ, അതാണ് ഫോട്ടോഫോബിയ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഫോബിയ റിലേറ്റിംഗ് ടു ആൻ ഇറാഷണൽ ഫിയർ ആണ് കേട്ടാ, ഒരു തരം പേടി. ഫോബിയ, PHOBIA, ഫോബിയ. ഫോട്ടോഫോബിയ എന്ന് എഴുതാ. അവേർഷൻ ഓർ സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ലൈറ്റിനോട് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥ. സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് എന്ന് എഴുതാ കേട്ടോ അതിന്റെ മീനിങ് ആയിട്ട്. ഫോട്ടോഫോബിയ എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുക. സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ലൈറ്റിനോട് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥ. സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്. അടുത്തത് പ്ലാസ്റ്റി ആണ്. PLASTY, പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറിക്ക് പകരം അവർ ഉപയോഗിക്കുന്ന വാക്കാണ് അത്. പ്ലാസ്റ്റി സർജിക്കൽ റിപ്പയർ ആണ്. അതായത് നമുക്ക് പല എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയർമെന്റുകൾ ശരീരഘടനയിൽ മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ സർജറിയിലൂടെ, അത് ഇപ്പൊക്കെ കൂടുതലും അത് കോസ്മെറ്റിക് സർജറികളിലേക്ക് പോകുന്നത് ഈ പറയുന്ന പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ്. അപ്പൊ അതതിനൊരു ഉദാഹരണമാണ് കേട്ടോ. അതുപോലത്തെ വേറൊരെണ്ണാണ് റിനോപ്ലാസ്റ്റി, RHINOPLASTY. റിനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെയ്സലായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നെയ്സൽ ക്യാവിറ്റി, അതിന്റെ റിപ്പയർമെന്റിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ്. സർജിക്കൽ റിപ്പയർ ഓഫ് ദ നെയ്സൽ ക്യാവിറ്റി. സർജിക്കൽ ഓഫ് നെയ്സൽ ക്യാവിറ്റി. പ്ലാസ്റ്റിക് സർജറിയാണ് റിനോപ്ലാസ്റ്റി. അതിനൊരു എക്സാമ്പിൾ ആണ്. റിനോപ്ലാസ്റ്റിയുടെ മീനിങ് ഇതാണ് കേട്ടോ, സർജിക്കൽ റിപ്പയർ ഓഫ് നെയ്സൽ ക്യാവിറ്റി. ഇതെയോ? ഓക്കെ. അടുത്തത് പ്ലിജിയ, PLEGIA, പ്ലിജിയ പാരാലിസിസ് ആണ് അതിന്റെ മീനിങ്. പ്ലിജിയ പാരാലിസിസ്. ഒഫ്താൽമോപ്ലീജിയ അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒഫ്താൽമോപ്ലീജിയ അതായത് ഐ മസിൽസിന്റെ പാരാലിസിസ് ആണ്. പാരാലിസിസ് ഓഫ് ഐ മസിൽസ്. മീനിങ്ങും എഴുതുക, എക്സാമ്പിൾ എഴുതാട്ടാ. ഒഫ്താൽമോപ്ലീജിയ അതാണ് എക്സാമ്പിള്. ഒഫ്താൽമോപ്ലീജിയന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പാരാലിസിസ് ഓഫ് ഐ മസിൽസ്. ഓക്കെ. അടുത്തത് PNEA. നിയ. ഡെസ്പിനിയ എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്ന. DYSPNEA, ഡെസ്പിനിയ. റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. ഡെസ്പിനിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ്. എഴുതിയോ? ഡെസ്പിനിയ എഴുതിയോ? DYSPNEA റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത PTOSIS, ഡ്രൂപ്പിംഗ്. അതങ്ങനെ പഠിച്ചാൽ മതി, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കണ്ട. ഡ്രൂപ്പിംഗ്. അതായത് അടുത്തത് RRHAGE,
RRHAGE. അതും അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. യൂഷ്വലി അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്, അധികമായിട്ട് അമിതമായിട്ടൊക്കെ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പോകുക. അപ്പൊ ബ്ലഡ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് ഫ്രം അവർ ബോഡിയിൽ നിന്നും എന്തെങ്കിലും ഫ്ലൂയിഡുകൾ, ബ്ലഡ് ഒക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന, അമിതമായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് അതിന് വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സഫിക്സ് ആണ് RRHAGE. എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത RRHAGIA, അതും അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ആണ്. എന്താ പറയാ, നമ്മുടെ നെയ്സൽ ബ്ലഡ് ഒക്കെ വരിക അല്ലെ, മൂക്കിന്നൊക്കെ അമിതമായിട്ടൊക്കെ ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് ചാടുക, അതൊക്കെ ഇതിനകത്ത് വരും. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അതൊന്ന് എഴുതി വെച്ചേക്കാം. രണ്ടാമത്തേന് RRHAGIA. എക്സസീവ് ബ്ലീഡിങ് എഴുതി വെക്കുക. റിനോർജിയ, എക്സസീവ് ബ്ലീഡിങ് ഫ്രം നെയ്സൽ ക്യാവിറ്റി, അതാണ് നോസൽ ബ്ലീഡിങ് അല്ലെങ്കിൽ നെയ്സൽ ക്യാവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് ആണ് റിനോർജി. ഓക്കെ, ഈ പേജിലുള്ള കുറച്ച് എന്താ പറയാ സഫിക്സുകളാണ് നമ്മൾ കേട്ടത്. GENIC, ജെനിക്, ഗ്രാം, ഗ്രാഫ്, ITIS, LYSIS, പിന്നെ MEGALY, അതുപോലെ തന്നെ LOGY. അതൊന്നും അതിന്റെ എക്സ്പ്ലനേഷനും എക്സാമ്പിൾ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. OMA ട്യൂമർ ആണ്. OSIS റിലേറ്റിംഗ് ടു എന്താ പറയാ ബ്ലഡ് ആണ്, ബ്ലഡുമായി റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ബ്ലഡ് എക്സസീവ് ആയിട്ട് ബ്ലഡ് RBC, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒക്കെ ഒന്ന് നോക്കി വെക്കണം. OSTOMY സർജിക്കൽ ഓപ്പണിംഗ് ആണ്. OTOMY സർജിക്കൽ ഇൻസിഷൻ ആണ്. പത്തി എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് ആണ്, അതിനെയാണ് പത്തി എന്ന ഒരു സഫിക്സ് ചേർക്കുന്നത്. ഫാഗിയ, ഫാസിയ രണ്ടും ഉണ്ട്. ഫാഗിയ സ്വോളോയിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫിക്കൽട്ടിക്ക് ഒരു ഉദാഹരണം പറഞ്ഞു, ഡെസ്ഫാഗിയ. അടുത്തത് ഫാസിയ റിലേറ്റിംഗ് ടു സ്പീച്ച് ആണ്. ഫോബിയ എന്താ പറയാ ലൈറ്റ് സെൻസിറ്റീവ് ആണ്, അതായത് വെട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻസിറ്റിവിറ്റി. പിന്നെ പ്ലാസ്റ്റിക് സർജറി, റിനോപ്ലാസ്റ്റി അതിന് എക്സാമ്പിൾ പറഞ്ഞു. പ്ലീജിയ പാരാലിസിസ് ആണ്. ഒഫ്താൽമോ പ്ലീജിയ എന്ന് പറയുന്നതാണ് അതിന്റെ, അത് കണ്ണുമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇതാണ്. അടുത്തത് നീ റിലേറ്റിംഗ് ടു ബ്രീത്ത് ആണ്. ഡെസ്പീനിയ ആണ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്. PTOSIS ഡ്രൂപ്പിംഗ്, അതിന്റെ ഒന്നും വേണ്ട, പഠിക്കേണ്ട, അടുത്തതൊന്നും പഠിക്കാനുള്ളതല്ല. രണ്ടാമത്തേത് RRHAGIA എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ് ഓർ ബ്ലഡ്, ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് അമിതമായിട്ട് പുറന്തള്ളുന്നതിനെയാണ് ORRHAGIA എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒന്ന് വേഗം നോക്കിയത് എഴുതിയതൊക്കെ, ആ എഴുതിയതും എക്സാമ്പിൾസും എക്സ്ട്രാ നമ്മൾ എഴുതിയതും കൂടി കൂട്ടിച്ചേർത്തതും കൂടി ഒന്ന് വെച്ച് വായിച്ചു നോക്കിയേ. സഫിക്സുകൾ കുറവേ ഉള്ളൂ, മറ്റേത് കൂടുതലുണ്ടായിരുന്നു. സഫിക്സ് കുറച്ചേ ഉള്ളൂ.
നോക്കിയോ? ഓക്കെ, അടുത്തത് കൂടി നോക്കാപ്പ. 37 ഉള്ളൂ സഫിക്സുകൾ ചേർക്കുന്നത്. അടുത്ത RRHAPHY, അത് റിപ്പയർ ഓഫ്. എളുപ്പമുള്ളത് നോക്കി പഠിക്കാം കേട്ടോ നിങ്ങള്. റിപ്പയറിങ് അല്ലെങ്കിൽ സെക്യൂറിങ് എന്നാണ്. അടുത്തത് അതങ്ങനെ പഠിച്ചാൽ മതി. റിപ്പയർ ഓഫ് ആണ് പഠിക്കേണ്ടത്. RRHEA, ഫ്ലോ ഓർ ഡിസ്ചാർജ്. നേരത്തെ പറഞ്ഞതുപോലത്തെ തന്നെ പറഞ്ഞ ഫ്ലോ ഓർ ഡിസ്ചാർജ് തന്നെയാണ് റിനോറിയ. അതാണ്, അതും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസ്ചാർജ് ഓർ ഫ്ലോ പഠിച്ചാൽ മതി. അടുത്തത് സ്കോപ്പ്, SCOPE, സ്കോപ്പ്. അതായത് എന്തെങ്കിലും ഒരു ഡിവൈസ് എന്തെങ്കിലുമൊക്കെ എക്സാമിൻ ചെയ്യാൻ, നിരീക്ഷിക്കാനോ നോക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതാണ് SCOPE, സ്കോപ്പ്. നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫോർ വിഷ്വൽ എക്സാമിനേഷൻ. ഇങ്ങനെ നോക്കിയൊക്കെ കാണാൻ വേണ്ടിട്ടേ. മൈക്രോസ്കോപ്പ് കേട്ടിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ, സാധാരണ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഹിസ്റ്റീരിയോസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റീരിയോസ്കോപ്പ്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ യൂട്രസ്. യൂട്രസിനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് കേട്ടോ ഹിസ്റ്റീരിയോസ്കോപ്പ്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹിസ്റ്റീരിയോസ്കോപ്പ്, SCOPE ഹിസ്റ്റീരിയോ, HYSTEROSCOPE, ഹിസ്റ്റീരിയോസ്കോപ്പ്. അതിന്റെ മീനിങ് ഇതാണ്: ഡിവൈസ് യൂസ്ഡ് ടു visualize the uterus. Device used to visualize the uterus. Uterus visualize ചെയ്യാനുള്ളത്. അടുത്ത സ്കോപ്പി ആണ്. എൻഡോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതും ഒരു എക്സാമിനേഷൻ ഡിവൈസ് ആണ്. ഇത് വയറിനകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് നിരീക്ഷിക്കാനുള്ള സാധനമാണ്. എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ ചെയ്യുമല്ലോ. SCOPY, അതും തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം. ഗ്യാസ്ട്രോസ്കോപ്പി, GASTROSCOPY, ഗ്യാസ്ട്രോസ്കോപ്പി. പ്രോസസ് ഓഫ് വ്യൂയിങ് ദ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിനെ നിരീക്ഷിക്കാനുള്ളത്. പ്രോസസ് ഓഫ് വ്യൂയിങ് ദ സ്റ്റൊമക്ക് എഴുതി വെക്കാം. സ്കോപ്പി, പ്രോസസ് ഓഫ് വ്യൂയിങ് ദ സ്റ്റൊമക്ക്. ഗ്യാസ്ട്രോസ്കോപ്പി എന്നാണ് അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ. ഗ്യാസ്ട്രോസ്കോപ്പി എഴുതാൻ പറ്റില്ലെങ്കിൽ പറയണോട്ടാ. പറഞ്ഞു പോകുമ്പോ എന്തെങ്കിലും എക്സാമ്പിളോ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനോ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. എടുത്ത് പറയുന്ന എക്സാമ്പിളും അതിന്റെ എക്സ്പ്ലനേഷൻസും എന്തായാലും പഠിക്കണം, അല്ലാത്ത വേണ്ട. അടുത്ത SIS, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാ. പ്രോസസ്, ഒരു ആക്ഷൻ, അതൊക്കെ അങ്ങനെ പഠിച്ചാൽ മതി. SIS നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അടുത്ത TAXIS, ഓർഡർ ഓർ അറേഞ്ച്മെന്റ് ആണ്. TAXIS. ഓക്കെ, അതങ്ങനെ പഠിച്ചാൽ മതി. അടുത്തത് ഏതാ? ട്രോഫിക്, TROPHIC, റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. ട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ട്രോഫിക്. സെൽസിന്റെ സൈസ് വർദ്ധിക്കുന്നതിനെയാണ് പറയുന്നത്. നമ്പർ അല്ല, സെല്ലുകളുടെ വലിപ്പം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ. ന്യൂട്രീഷൻ, സെല്ലുകളുടെ എണ്ണമല്ല കൂടണേ, സെല്ലുകളുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽസ് ബട്ട് നോട്ട് ദ നമ്പർ ഓഫ് സെൽസ്. നമ്പർ ഓഫ് സെൽസ് അല്ല, സൈസ് ഓഫ് സെൽസ് കൂടുക. ന്യൂട്രീഷൻസ് കൂടുതലായി പോവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ വരുമ്പോ കുട്ടികളിൽ ഭയങ്കര ഇങ്ങനെ വളർച്ച കൂടും. സെൽസിന്റെ എണ്ണം കൂടുന്നതിനേക്കാൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ അത് പാടാണ്. അപ്പൊ ട്രോഫിക്, TROPHIC. അടുത്ത URIA, യൂറിയ, റിലേറ്റിംഗ് ടു ദ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ. യൂറിനുമായി ബന്ധപ്പെട്ടതാണ് യൂറിയ. URIA നോട്ട് ചെയ്ത് വെക്കാം. അത് നൊക്ടൂറിയ, NUCTURIA, നൊക്ടൂറിയ, NUCTURIA, നൊക്ടൂറിയ. യൂറിനേറ്റിംഗ് അറ്റ് നൈറ്റ് യൂഷ്വലി എക്സസീവ്, അതായത് രാത്രി കാലങ്ങളിൽ കൂടുതൽ ഭയങ്കര എക്സസീവ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു അവസ്ഥ കേട്ടാ. യൂറിനേറ്റിംഗ് അറ്റ് നൈറ്റ് യൂഷ്വലി എക്സസീവ്, രാത്രിയിലാണ് കൂടുതലായിട്ട് യൂറിൻ
പോകേണ്ട ഒരു അവസ്ഥ. നൊക്ടൂറിയ, NUCTURIA, അതാണ് എക്സാമ്പിൾ. അതിനകത്ത് അത് പഠിക്കാനുള്ളതായി URIA പഠിക്കണം. യൂറിനേറ്റിംഗ് അറ്റ് നൈറ്റ്, രാത്രിയിൽ കേട്ടാ. അപ്പൊ ചിലപ്പോ അറിയാതൊക്കെ അങ്ങനെ പോവുക. കൊച്ചുകുട്ടികളിലൊക്കെ, കൊച്ചുകുട്ടിയല്ല, തീരെ കുഞ്ഞിതല്ല, അല്ലാതെയൊക്കെ കുറച്ചുകൂടിയൊക്കെ പ്രായമൊക്കെ ആയി, അതായത് ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും കുട്ടികളൊക്കെ ഇങ്ങനെ രാത്രിയിൽ കിടന്നിട്ടൊക്കെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരവസ്ഥ. അത് കൂടുതൽ അങ്ങനെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നൈറ്റ് യൂറിനേഷൻ ആണ് കൂടുതൽ അതിനകത്ത് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കി എന്താ പറയാ സഫിക്സുകൾ വരുന്നത്. 37 എണ്ണേ സഫിക്സ് ഉള്ളൂ, പക്ഷെ നമ്മുടെ പ്രിഫിക്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും ആണ് നമ്മൾ പറഞ്ഞ. ഒന്ന് വേഗം നോക്കുക കേട്ടോ. അത് വായിച്ചു നോക്കേണ്ട പോർഷൻ ഒന്നും അല്ല, പക്ഷെ എങ്കിലും അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടുക. പ്രിഫിക്സും സഫിക്സും ആണ് നമ്മളിപ്പോ കഴിഞ്ഞത്. അടുത്തതിന് റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. Period over which a recent cases recent ആയിട്ടുള്ള സമയത്തുമാണ് കേസുകൾ സമയഘടനയനുസരിച്ചാണ് പീരീഡ് എന്ന് പറയുന്നത്. ടൈം ഇലമെന്റ് പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് പുതിയ കേസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് റിസ്ക് ഉള്ള പോപ്പുലേഷൻ ആണ് കേട്ടോ. വരാനുള്ള അപകട സാധ്യത മൊത്തം പോപ്പുലേഷനാണ് ടൈം എന്ന് പറയുന്നത്. ഗിവൺ ടൈം പീരീഡ് അവിടെ പറയുന്നുണ്ട്. ടൈം ഇലമെന്റ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഇൻക്ലൂഡഡ്. സമീപസ്ഥാനത്തുള്ള കേസുകൾ തെറ്റിയ സമയത്ത് കണ്ടിട്ടില്ല. Two main types of incidents are present. Cumulative incidents on the two types of incidents. Cumulative incidents of incidents rated. Incidents that is achieved in cumulative incidents of incidents rated. ആദ്യം തുടങ്ങിയ ഒന്നുകൂടി ഒന്ന് നോക്കാട്ടാ. സഫിക്സുകളുടെ മാത്രം ലിസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കിയേ. മൊത്തം 37 എണ്ണാണ് സഫിക്സുകളുടെ ലിസ്റ്റ് ഉള്ളത്. അതൊന്ന് നോക്കാം. How far the ഇത്രത്തോളം അവിടുത്തെ സ്ഥിതി എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാം. How far the condition എത്രത്തോളം how far the condition conditions will be any sort of a measure of risk of disease, but should be for a stipulated time period. A measure of risk of disease
രോഗബാധിതരുടെ അളവ് പോലെ അല്ല, അതൊരു ടൈം പീരീഡിലേക്ക് ആയിരിക്കും പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്കാണ് a measure of risk of disease. ഓക്കെയോ പേജ്? ഓക്കെയല്ലോ. അടുത്ത നമുക്ക് ഇതിന്റെ കോമൺ റൂട്ട് വേർഡ്സും ഉണ്ട്. റൂട്ട് വേർഡ്സ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഓക്കെ, 79 ഉണ്ട് റൂട്ട് വേർഡ്സ്. സഫിക്സ് പോലെയല്ല, റൂട്ട് വേർഡ്സ് കുറച്ച് അധികം ഉണ്ട്. നമുക്ക് റൂട്ട് വേർഡ്സ് അവിടെ നിർത്തിയിട്ട് അതിന്റെ എന്താ പറയാ അടുത്തത് അബ്രീവിയേഷൻസ് നമുക്ക് നോക്കാം. കാരണം ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് മുഴുവനും എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി അങ്ങനെ പഠിക്കാൻ പറ്റുന്നതല്ല. അതായത് പ്രിഫിക്സ് പറഞ്ഞു, സഫിക്സും പറഞ്ഞു. ഇത് രണ്ടും അറ്റത്തും എന്താ പറയാ മുമ്പിലും ചേർക്കുന്ന ലെറ്റേഴ്സ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നമുക്ക് കുറച്ച് അബ്രീവിയേഷൻസ് നോക്കാം. അബ്രീവിയേഷൻസ് കഴിഞ്ഞിട്ട് അടുത്ത റൂട്ടിലേക്ക് പോകാം. എല്ലാം ഇങ്ങനെ എന്താ പറയാ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാത്തത് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് വരും. അത് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് പ്രിഫിക്സ് സഫിക്സ് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഇത്തിരി ലാഗായി തുടങ്ങി. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഇത് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നതാണ്. അബ്രീവിയേഷൻസ് പിന്നെയും നമുക്ക് മനസ്സിലാകും. എങ്ങനെയാ അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോംസ് ആണ് അല്ലെ? അബ്രീവിയേഷൻ കേട്ടില്ലേ നമ്മള്? എന്താണ് അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാ? കേട്ടില്ലേ? ഷോർട്ട് ആയിട്ട് നമ്മൾ പലപ്പോഴും പലതിനും ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പൊ പോസ്റ്റ് ഓഫീസിന് PO എന്ന് കൊടുക്കും അല്ലെ? SSLC നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള അബ്രീവിയേഷൻസ് കേട്ടിട്ടുണ്ട്. അതായത് ഇതിനൊരു ലെങ്തി ഒരു ഇതായിരിക്കും, വേർഡ്സുകൾ ഉള്ളതായിരിക്കും. പല വേർഡ്സുകൾ മിക്സ് ചെയ്ത് കണക്ട് ചെയ്ത് ലെങ്തി ആയിട്ടൊരു സംഭവമാണ്. പക്ഷെ നമ്മളത് ഷോർട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ എന്താ HDFC എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചുരുക്കി അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ട് അബ്രീവിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അത് പിന്നെയും കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഓർത്തിരിക്കുക. അപ്പൊ അത് കുറച്ച് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി റൂട്ട് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇത് തന്നെ മാത്രം കേട്ടോണ്ടിരിക്കുമ്പോഴേ ഒരു ബോറടിക്കുന്നത് പോലെ തോന്നും. അപ്പൊ ഇതൊക്കെയാണ് അബ്രീവിയേഷൻസിൽ വന്നേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത്തെ അബ്രീവിയേഷൻ എന്താ പറഞ്ഞേ? നിങ്ങൾ വായിച്ചേ, നിങ്ങൾ വായിച്ചേ നീ. A and P. A and P. എന്താണ് A and P? A stands for Anatomy. Anatomy and P for Physiology. ഫിസിയോളജി. കണ്ട, അപ്പൊ അത് എളുപ്പമല്ലേ പറയാനായിട്ട്? അത് പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. മറ്റേത് എന്ന് പറയുമ്പോ ഷോർട്ട് ഫോമുകളല്ല. അത് എന്താ പറയാ പ്രിഫിക്സ് സഫിക്സ് എന്ന് പറയുമ്പോ മുമ്പിലും പുറകിലും ഒരു റൂട്ട് വേർഡിന്റെ മുമ്പിലും പുറകിലും ഒരേ കുഞ്ഞ് കഷ്ണം ലെറ്റേഴ്സിന്റെ ഒരു കൂട്ടം ചേർക്കുമ്പോഴാണ് അതെന്താകുക, അതൊരു മെഡിക്കൽ ടേമിൽ ഉപയോഗിക്കുന്ന ചിലപ്പോ ഉപകരണങ്ങളുടെ പേരാകാം, മരുന്നിന്റെ പേരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെന്റിന്റെ പേരാകാം, ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിവൈസിന്റെ പേരാകാം, അങ്ങനെയായിട്ട് മാറണേ. അത് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെ അബ്രീവിയേഷൻ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ അക്ഷരങ്ങൾ ഒന്ന് നോക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ എന്തായിരിക്കും നോക്കുക. A അനാട്ടമി, P ഫിസിയോളജി ആണ്. അപ്പൊ A and P അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നാണ് അറിയപ്പെടുക. അടുത്ത A എന്ന് മാത്രം, അതായത് A എന്ന് പറയുന്ന ഒരു അബ്രീവിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഫോർ മുമ്പിൽ എന്നാണ് അർത്ഥം. അതിന്റെ മീനിങ് എക്സ്പാൻഷൻ അങ്ങനെയാണ് കേട്ടോ. A എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത് ബിഫോർ എന്നാണ്. A പിന്നെ വീണ്ടും ഡാഷ് A എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓഫ് ഈച്ച് യൂസ്ഡ് ഇൻ ഒരു എന്താ പറയാ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്ന സമയത്തെ നമ്മൾ ഉപയോഗിക്കും ഇങ്ങനെ ബിഫോർ ഫുഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഓരോന്നിന്റെ മുമ്പിൽ ഇങ്ങനെ ഇടുന്നു.
അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എ ഡാഷ് എന്ന് പറയുന്നത് ഹൈഫൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓഫ് ഈച്ച് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ. രോഗികൾക്ക് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി കൊടുക്കേണ്ട സമയത്താണ് സാധാരണ ഈ ഒരു സ്റ്റൈലിൽ എഴുതുക. അടുത്തത് ABD. എന്തിന്റെ അബ്രീവിയേഷൻ ആയിട്ട് ഉപയോഗിച്ചേക്കണേ? ABD ഓരോ അക്ഷരം എക്സ്പാൻഡ് ചെയ്തേക്കണതല്ല, പക്ഷെ ഒറ്റ വാക്കാണ്. ഏതാണത്? അബ്ഡോമൻ അല്ലെ? അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് അല്ലെ? സ്റ്റൊമക്കിന്റെ ഈ മുകൾ ഭാഗമായിട്ട് വരും അബ്ഡോമൻ. ABG എന്താ? A stands for arterial, B for blood, G for gas ആണ്. അപ്പൊ ആർട്ടേറിയൽ ബ്ലഡ് ഗ്യാസ് ആണ് ABG എന്ന് പറയുന്നതിന്റെ അബ്രീവിയേറ്റഡ് എക്സ്പാൻഡഡ് ഫോം. ആർട്ടേറിയൽ ബ്ലഡ് ഗ്യാസ് അതിന്റെ അബ്രീവിയേഷൻ ഫോം ആണ് ABG. അടുത്ത AC. എയും സിയും കൂടി ചേർക്കുമ്പോഴാണ് അത് നോക്കുക. A മാത്രം വരുമ്പോ ബിഫോർ, അതിന്റെ കൂടെ C കൂടി ചേർന്ന ബിഫോർ മീൽസ് എന്ന് നമ്മൾ വായിച്ചോളാം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ബിഫോർ മീൽസ് എന്നാണ്, ഭക്ഷണത്തിന് മുൻപ്. അപ്പൊ പ്രിസ്ക്രിപ്ഷന്റെ സമയത്ത് തന്നെയാണ് അതും എഴുതുന്നത്. മരുന്ന് എന്താ പറയാ, ഈ മരുന്ന് ഇന്ന ഒരു ക്യാപ്സൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കേണ്ടത് മീൽസിന് മുമ്പാണ്, ഭക്ഷണത്തിന് മുൻപാണെന്ന് കാണിക്കുമ്പോൾ AC എന്ന് ഇട്ടിട്ട് ഡോക്ടർ ഹാൻഡ് ഓവർ ചെയ്യും. നഴ്സുമാർക്കോ ആർക്കാണോ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിനകത്ത് അങ്ങനെയായിരിക്കും എഴുതിയിരിക്കുക. AC എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ എന്നിട്ട് നമുക്ക് തരുന്ന മരുന്നൊക്കെ ഒരു കുഞ്ഞു കവറിലൊക്കെ ഇട്ട് തരില്ലേ? ആ കവറിലിട്ട് തരുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ അതിന്റെ പുറത്ത് അങ്ങനെ എഴുതിണ്ടാവും. ബിഫോർ മീൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ AC എന്ന് അവർ എഴുതിണ്ടാവും. ഡോക്ടർ AC എന്ന് എഴുതുള്ളൂ. അപ്പൊ ഷോർട്ടായി വളരെ അബ്രീവിയേറ്റഡ് ഫോം ആക്കി എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിന് മുൻപ് എന്നൊക്കെ നീട്ടി വലിച്ച് എഴുതുക, ബിഫോർ മീൽസ് എന്നൊക്കെ നീട്ടി വലിച്ച് എഴുതുമ്പോൾ ഒത്തിരി സമയമൊക്കെ അവിടെ പോകുകയാണ്. അപ്പൊ അതൊക്കെ ലാഭിക്കാനായിട്ട് ഈ ഒരു ടേംസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ACLS ആണ്. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ്. A അഡ്വാൻസ്ഡ് ആണ്, C കാർഡിയാക് ആണ്, ലൈഫ് L ആണ്, സപ്പോർട്ടിന്റെ S ആണ്. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ. അടുത്ത ADLIB ആഡ് ലിബ്, ആസ് മച്ച് ആസ് ഡിസയേർഡ്. ആഡ് ലിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് മച്ച് ആസ് ഡിസയേർഡ് എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. എന്ന് വെച്ചാൽ ആവശ്യത്തിന് അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണമെങ്കിൽ അല്ലെ, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ ചില എന്താ പറയാ മരുന്ന് കുറിക്കുമ്പേ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഇപ്പൊ പെയിൻ കില്ലേഴ്സ്, പെയിൻ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പനി ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. പനി ഇല്ലെങ്കിൽ കഴിക്കണ്ട. വെറുതെ പനിയുടെ ഗുളികയൊക്കെ ചിലപ്പോ ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്കൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് ഓരോ മറ്റ് ആന്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പനിയുടെ വീണ്ടും എപ്പോഴും കഴിക്കേണ്ട ആവശ്യമില്ല. ടെമ്പറേച്ചർ മോഡറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ. അപ്പൊ അതങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നാണ് അർത്ഥം വരാനായിട്ട് ADLIB ആസ് മച്ച് ആസ് ഡിസയേർഡ് എന്നാണ് അതിന്റെ മീനിങ്. അബ്രിവിയേഷൻ ഫോം പഠിക്കാനായിട്ട് പറ്റിയതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അതിന്റെ എക്സ്പാൻഷൻ ഫോം ആ അക്ഷരങ്ങളെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ആയിരിക്കും മിക്കവാറും വരിക. ചിലത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിന്റെ എക്സെപ്ഷണൽ കേസാണ് ഒന്ന് A പറഞ്ഞത്, ഒന്ന് AC എന്ന് പറഞ്ഞത്, പിന്നെ ഒരെണ്ണം ആഡ് ലിബ് എന്ന് പറഞ്ഞത്. അത്രയും മാത്രം. ബാക്കിയൊക്കെ നമുക്ക് ആ തന്നിരിക്കുന്ന അബ്രീവിയേഷനിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. 8 അബ്രീവിയേഷനെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വേഗം വായിച്ചു നോക്കൂ. അബ്രീവിയേഷൻ പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. പ്രിഫിക്സും സഫിക്സും തന്നെ പറഞ്ഞ് പിന്നെ അടുത്തത് റൂട്ട് കൂടി അതുപോലത്തെ തന്നെയാണ്. റൂട്ടിനും ഉണ്ട് ഇങ്ങനെ ഓരോന്ന്. അപ്പൊ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സ്കിപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാട്ടോ. ഞാൻ എടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. അബ്രിവിയേഷൻസ് ഇത് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അബ്രിവിയേഷനും ഉണ്ട് കുറെ. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇതുപോലെ കുറെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ എഴുതാനൊക്കെ ഉള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ പേഷ്യൻസ് അക്ഷമരായിട്ട് ഭയങ്കര എന്താ പറയാ പേഷ്യന്റോട് കൂടി തന്നെ പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവര് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസിൽ അത് അവർക്ക് വായിക്കാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫിന് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയാണല്ലോ ഇങ്ങനെയുള്ള ടേംസ് ഉണ്ടാക്കി വെച്ചേക്കണേ. അവർക്ക് കൂടി വായിക്കാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. നോക്കിയോ? കുഴപ്പമുണ്ടോ അബ്രിവിയേഷൻസ്? ഓക്കെ. അപ്പൊ അടുത്ത പേജ് കൊണ്ട് നമുക്ക് നോക്കാം. അബ്രിവിയേഷൻസ് കുറച്ച് കൂടുതൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്ക് അബ്രിവിയേറ്റഡ് ഫോം തന്നെ ആയതുകൊണ്ട് ADL ആണ് അടുത്തത്. ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്.
നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ആക്ടിവിറ്റീസ്. അതാണ് ADL. ആക്ടിവിറ്റി എ ആണ്, ഡി ഡെയിലി ലിവിങ്, എൽ കേട്ടാ, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. അടുത്തത് AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ ആണ്. ഡെഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. AED എന്നാണ്. ഓട്ടോമേറ്റഡിന്റെ എ ആണ്, ഇ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ. അടുത്തത് ഡെഫിബ്രിലേറ്ററിന്റെ ഡി ആണ്. കേൾക്കാത്ത ഒരു ഇതാണ്, പക്ഷെ AED എന്നതിന്റെ അബ്രിവിയേഷൻ ഫോം ആണ്. അടുത്തത് AF. എന്താണ് AFന്റെ? ആർട്രിയൽ ഫിബ്രിലേഷൻ ആണ്. ഫിബ്രിലേഷൻ A എന്ന് പറയുന്നത് RTL, അതുപോലെ തന്നെ F എന്ന് പറയുന്നത് ഫിബ്രിലേഷൻ എന്നൊക്കെ പറയാം. അതിന്റെ ഷോർട്ട് ഫോം ആണ് AF എന്ന് പറയുന്നത്. അടുത്തൊക്കെ പരിചയമുള്ള വാക്കുകളാണ്. AIDS, എയ്ഡ്സ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതിന്റെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് AIDS, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്ത AK ആണ്, എബവ് ദ നീ. ഈ നീ എന്ന് പറഞ്ഞ മുട്ടിന്റെ മുകളിലുള്ള ഭാഗത്തെ സൂചിപ്പിക്കാനാണ് അവര് AK എന്ന ഒരു ഷോർട്ട് ആയിട്ട് അബ്രിവിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത AKA കൊടുത്തിട്ടുണ്ട്, എബവ് ദ നീ ആംബ്യൂട്ടേഷൻ ആണ് കേട്ടാ. എബവ് ദ നീ ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എ കൂടി അവിടെ കൂടുതൽ വന്നിട്ടുണ്ട്. AKA, എബവ് ദ നീ AK എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഒരു ആംബ്യൂട്ടേഷൻ കൂടി ചേർന്ന് ഒരു എ കൂടി അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അടുത്ത A ലൈൻ, ആർട്ടേറിയൽ ലൈൻ ആണ്. A ലൈൻ എന്ന് പറയുന്നത് ആർട്ടേറിയൽ ലൈൻ. നമ്മൾ പലതും വേറെ വല്ലയിടത്തും കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതല്ല. ഇവിടെ മെഡിക്കൽ ടേമിൽ A ലൈൻ എന്ന് പറയുന്നത് ആർട്ടേറിയൽ ലൈൻ എന്നാണ്. AMA, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനായിട്ട് AMA, അഗെയിൻസ്റ്റ് A, മെഡിക്കൽ, M അഡ്വൈസ് A തന്നെ. അടുത്ത AMB, ആംബുലേറ്ററി. ആംബുലേറ്ററി എന്ന വാക്ക് സൂചിപ്പിക്കുന്നതാണ് AMB. അത് ആംബുലേറ്ററി എന്ന വാക്കിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ ചേർത്തിട്ട് ഷോർട്ട് ആക്കിയിരിക്കുന്നതാണ്. അടുത്തത് AMI. AMI എന്താണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു അബ്രിവിയേഷൻ ആണ് AMI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AMS ഉണ്ട്. ഏതാണ്? ആൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ് ആണ്. ആൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ്, അതിനെ AMS എന്ന അബ്രിവിയേറ്റഡ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. AMS, ആൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ് ആണ്. അടുത്ത ANT, ആന്റീരിയർ. ആന്റീരിയർ എന്നതിനെ ഷോർട്ട് ആക്കിയിരിക്കുന്നത് ആദ്യത്തെ 3 അക്ഷരങ്ങൾ ചേർത്തിട്ടാ, ANT. ഓക്കെ, അടുത്തത് ഏതാ? AO. പിന്നെ എന്താ പറയാ, ഒരു ഇതിട്ടിട്ടുണ്ട്, AO എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു *4 ഇട്ടേക്കുന്നത്. അത് 4 കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അത് അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു. അലേർട്ട്, ഓറിയന്റഡ് ടു ആർക്കൊക്കെ? എന്തിനൊക്കെ? പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ് കേട്ടാ. വ്യക്തികൾക്ക്, പ്ലേസ്, പിന്നെ ടൈം, സെൽഫ്, ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോം ആണ് AO*4 എന്ന് പറയുന്നത്. അടുത്തത് AP. എന്താണ്? ആൻഡ്രോപോസ്റ്റീരിയർ, ഫ്രണ്ട് ഓർ ബാക്ക്. ഫ്രണ്ട്, ബാക്ക്, ആക്ഷൻ, പൊട്ടൻഷ്യൽ, ആൻജേനിയ, പെക്ടോറിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആട്രീനൽ പ്രഷർ എന്ന് പറയുന്ന ഇതൊക്കെ സൂചിപ്പിക്കാനാണ് AP എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടാ. ആൻഡ്രിയോ പോസ്റ്റീരിയർ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആൻഡ്രിയോ പോസ്റ്റീരിയർ എന്ന് മാത്രം പഠിച്ചാൽ മതി. AP എന്ന് പറയുന്നത് Aയും Pയും എടുത്തിട്ടാണ് അത് ഷോർട്ട് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അബ്രിവിയേറ്റ് ചെയ്തിരിക്കുന്നത്. APCയും അതുപോലെ തന്നെ കേട്ടാ. ആർട്ടേറിയൽ പ്രിമച്വർ കോംപ്ലക്സ് ആണ്. അത്രയും നോക്കിയാൽ മതി നിങ്ങള്. ആർട്ടേറിയൽ പ്രിമച്വർ കോംപ്ലക്സ്. പ്രിമച്വർ എന്ന് പറഞ്ഞാൽ മെച്യൂർഡ് ആകുന്നതിന് മുമ്പുള്ളത് എന്നർത്ഥം. അടുത്തത് AQ, അക്വ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്നാണ് AQ എന്ന് പറയുന്ന ഷോർട്ടാക്കി വാട്ടർ. വാട്ടറിനെ സൂചിപ്പിക്കാനാണ്. അക്വാ ഗാർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, അത് തന്നെ, വെള്ളത്തിന്റെ ആണ്. ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. ARDS, അക്യൂട്ട് A ആണ്, റെസ്പിറേറ്ററി R, D ഡിസ്ട്രസ് ആൻഡ് S സിൻഡ്രോം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ASA, ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലേ, ഒരു അസറ്റിലൈസിക്ലിക് ആണ് കേട്ടോ. ആസിഡ് ആണ്, ഒരു തരം ആസിഡ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്.
അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് ഫോം അല്ലെങ്കിൽ ഒരു അബ്രിവിയേഷൻ ആണ് ASA എന്ന് പറയുന്നത്. നമ്മളത് മാത്രം പഠിച്ചാൽ മതി. ആസ്പിരിൻ മാത്രം നോക്കിയാൽ മതി, ബ്രാക്കറ്റിലുള്ളതൊന്നും വേണ്ട. ASAP ആസ് സൂൺ ആസ് പോസിബിൾ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. റെഗുലർ ലൈഫിൽ നമ്മൾ മെഡിക്കൽ ടേമിൽ തന്നെയല്ല അല്ലാതെ ഉപയോഗിക്കുന്നത്. ASHD അതൊരു ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ASHD എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് കേട്ടാ. ഹാർട്ട് ഡിസീസ് ആണ്, ആതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ആ ഹാർട്ട് ഡിസീസിന്റെ HD. AS എന്ന് പറയുന്നത് ആതെറോസ്ക്ലെറോട്ടിക് എന്ന് പറയുന്നതിന്റെ ആ സ്ലെറോട്ടിക്കിന്റെ എസും ആതെറോന്റെ എയും എടുത്തിട്ടാണ് ആതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ASHD എന്ന് പറയുന്ന ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രിവിയേഷൻ എടുത്തേക്കുന്നത്. അടുത്തത് AVA ഒരു ഹൈഫൻ ഇട്ടിട്ടാണ് കേട്ടോ V കൊടുത്തിരിക്കുന്നത്. ആന്റീരിയോ വെനസ് എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. ആന്റീരിയോ വെനസ് അല്ലെങ്കിൽ ആന്റീരിയോ വെന്റിസെക്കുലർ എന്ന് ഉണ്ട് കേട്ടോ. വെന്റിക്കുലർ ആന്റീരിയോ വെന്റിക്കുലർ. അപ്പോ അതില് നിങ്ങൾ കാണാത്തൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പം പഠിക്കാൻ പറ്റുന്നതൊക്കെ കുറച്ച് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതായത് ശരിക്കും എക്സ്പാൻഡഡ് ഫോം ഏതാണ്, പിന്നെ ആദ്യത്തെ കുറച്ച് അക്ഷരങ്ങൾ എടുത്തിട്ട് ഷോർട്ടാക്കി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി എല്ലാം പഠിക്കാന്നുള്ളത് നമ്മൾ ഇതിന്റെ മെഡിക്കൽ ടെർമിനോളജി ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. കാരണം നമ്മൾ ഇതിന്റെ ടേംസ് എല്ലാം കാണാപ്പാട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ എല്ലാം അങ്ങനെയൊക്കെ വേർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. അബ്രീവിയേഷൻസ് നോക്കിയൊന്ന്, അബ്രീവിയേഷൻസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, വായിച്ചോ? ഹലോ, വായിച്ചിട്ട് സർ. ഓക്കെ. നിങ്ങളെല്ലാം ഇങ്ങനെ കാണാതൊന്നും പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഷോർട്ടാക്കി നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണെങ്കിലും എല്ലാം കൂടി കുറെ കുറച്ചൊക്കെ അബ്രീവിയേഷനുള്ളൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കുറെ അബ്രീവിയേഷൻസ് വരുമ്പോ എത്ര ലെറ്റേഴ്സുകൾ നമ്മൾ ഇത് കണക്ട് ചെയ്ത് നമ്മൾ നോക്കിയാലും ചിലപ്പോ വേറെ ഒരേ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാവുന്ന ഡിഫറെന്റ് മെഡിക്കൽ ടേംസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കണ്ട. കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് അബ്രീവിയേഷൻസ് തന്നെ കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പഠിച്ചു വയ്ക്കാം. നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. പറഞ്ഞു തരേണ്ട ഒരു ഇതൊന്നും അല്ല നമ്മള്. അപ്പൊ ആര് പറഞ്ഞാലും നിങ്ങൾ വായിച്ചു നോക്കിയാലും ഞാനും ഇങ്ങനെ പറഞ്ഞു തന്നാലും ഒക്കെ സെയിം തന്നെ. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കയറാൻ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി അവിടെ സ്ട്രൈക്ക് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് പറയണേ. അല്ലെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാവുന്നതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക. അബ്രീവിയേഷൻസും ഇന്ന് ബാക്കിയെടുത്ത സഫിക്സുകളും നോക്കാലോ അല്ലേ?
ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സാധാരണ മറ്റേ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിച്ചതുപോലെയല്ല. ഇത് ഇച്ചിരി പാടാണ്. ഈ മെഡിക്കൽ ടേംസ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണേ. എന്തായാലും കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? Okay. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. Thank you, teacher. Okay.